വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള ശാന്തതയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. മുൻപ് ഈ മത്സരം ആരംഭിച്ചപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചധികം ആളുകൾ ഈ മഴയൊക്കെ കാരണം തിരികെ പോയി ആഹാരമൊക്കെ കഴിച്ച് മടങ്ങി വരാൻ വേണ്ടിയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൂന്യമാണ്. അപ്പോൾ ഇനിയും ഒരു അരമണിക്കൂറിനകം നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ആളുകൾ ഇവിടെ അങ്ങ് തിങ്ങി നിറയും. പുതിയൊരു നടപ്പാലമൊക്കെ വന്നിട്ടുണ്ട്. ഈ വർഷം അത് പുതുതായിട്ട് വന്നതാണ്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ആ നടപ്പാലത്തിൽ ഉൾപ്പെടെ ആളുകൾ ഇങ്ങനെ ഒരു പുഴ പോലെ മഴ പോലെ, ഇനി മഴയാണിപ്പോൾ, അതുകൊണ്ട് മഴ പോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പെയ്തിറങ്ങാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. എന്തായാലും കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എവിടുന്നാ വരുന്നത്? ഞാൻ ആണോ? പോകുന്നില്ലേ? വീട്ടിൽ പോകുന്നില്ലേ? പോണം, പക്ഷേ ഇത് എപ്പോ തുടങ്ങുന്നറിയില്ല. 2:30 പറഞ്ഞത്. കൊച്ചുവെള്ളത്തിന്റെ കളിയുണ്ടല്ലോ, അത് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞാണ്. കഴിച്ചിട്ടൊക്കെയാണോ വന്നേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പൊ ലഞ്ചിന് ഇപ്പം വീട്ടിൽ പോയിട്ട് കഴിക്കാം. എന്നിട്ട് തിരിച്ചു അടുത്താണല്ലോ. അടുത്താണ്. ഇങ്ങനെ അടുത്തൊക്കെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി അകലെ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്താറുണ്ട്. കാരണം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പവലിയനൊന്നുമില്ല. ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ കാണുന്ന പോലെ അത്തരത്തിലുള്ള ഒരു വലിയ പവലിയനോ അങ്ങനെയുള്ള സൗകര്യമൊന്നും. ചേട്ടാ എവിടുന്നാ വരുന്നത്? തൃശ്ശൂർ തൃപ്രാർ പൈനൂർദേശം ബോട്ട് ക്ലബ്. മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നാ? അതെ അതെ. നിങ്ങളുടെ കളി കഴിഞ്ഞാ? പുത്രൻ ഗോതിരപുത്ര കളി കഴിഞ്ഞു. ഫൈനൽ ഇനി ഫൈനലിൽ കയറി. എങ്ങനെയുണ്ടായിരുന്നു കളി? നല്ല അടിപൊളി ഒഴുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു നമ്മുടെ. അങ്ങനെ നമ്മുടെ മുമ്പേ കണ്ട ഇരുട്ട് ബി കുത്തി മത്സരത്തിൽ ബി ഗ്രേഡ്, അങ്ങനെ എ ബി സി ഗ്രേഡുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ട് തിരികെ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 2 മണിയോട് കൂടിയൊക്കെ നിറയെ ആളുകളാവും. നമുക്ക് ഈ മത്സരം നടക്കുന്ന പുന്നമടക്കായലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വള്ളങ്ങളൊക്കെ ഒരു അവസാന വട്ട പരിശീലനം, തയ്യാറെടുപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞു പോവുകയാണ്. കാരണം 2 മണിക്ക് അവിടെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന മാസ് ഡ്രില്ലുണ്ട്. മത്സരവള്ളത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ആ മാസ് ഡ്രില്ലിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അവരിങ്ങനെ തുഴഞ്ഞ് അങ്ങനെ 1 കിലോമീറ്റർ അപ്പുറമുള്ള പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ ഓരോ വള്ളങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.